എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിസ്റ്ററി ഫയൽസ്. ക്രൈം ത്രില്ലർ സിനിമകളെ വരെ വെല്ലുന്ന തരത്തിലുള്ള ഒരു കൊടൂര ക്രൂരകൃത്യമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നടന്നത്. 2025 ജനുവരി 18 തങ്ങളുടെ മകളായ വെങ്കട മാധവിയെ കാണാനില്ലെന്ന് കാട്ടി ഹൈദരാബാദ് പോലീസിന്റെ മുന്നിലേക്ക് മാധവിയുടെ മാതാപിതാക്കൾ എത്തുകയായിരുന്നു. പരാതി സ്വീകരിച്ച പോലീസ് അന്വേഷണത്തിന് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ഓരോ ദിവസത്തെയും അന്വേഷണത്തിൽ നിന്നും അതിവിദഗ്ധമായ തിരക്കഥയോടെ നടപ്പിലാക്കിയൊരു കൊലയുടെ ചുരുളാണ് പോലീസിന് മുന്നിൽ വെളിവായത്. അത് എന്താണെന്നല്ലേ നമുക്ക് വിശദമായി നോക്കാം. തങ്ങളുടെ മകളെക്കുറിച്ച് കുറച്ച് നാളുകളായി യാതൊരു വിവരവുമില്ലായിരുന്ന മാതാപിതാക്കൾ മാധവിയുടെ ഭർത്താവായ ഗുരുമൂർത്തിയുടെ കാര്യങ്ങൾ തിരക്കി. 13 വർഷങ്ങൾക്ക് മുമ്പാണ് മാധവിയെ ഗുരുമൂർത്തി വിവാഹം ചെയ്യുന്നത്. ദമ്പതികൾക്ക് 2 മക്കളുമുണ്ട്. ഇവർ ഹൈദരാബാദിലെ ജില്ലയിലെ ഗുഡിയിലാണ് താമസിച്ചിരുന്നത്. ഇയാൾ മുൻ സൈനികൻ കൂടിയാണ്. എന്നാൽ 2 ദിവസം മുമ്പ് ബന്ധുവീട്ടിൽ പോയതിനെ തുടർന്ന് ഭാര്യയുമായി തർക്കമുണ്ടായെന്നും തുടർന്ന് മാധവി വീട് വിട്ടു പോയെന്നുമാണ് ഗുരുമൂർത്തി മാധവിയുടെ മാതാപിതാക്കളോട് പറഞ്ഞത്. എന്നാൽ ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. തുടർന്ന് അവർ പോലീസിൽ പരാതിയായിട്ട് എത്തി. തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി ഗുരുമൂർത്തിയോടും പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലീസിനോട് അയാൾ പറഞ്ഞു. എന്നാൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. ഇയാൾ പറയുന്ന പല കാര്യങ്ങളിലും പോലീസിന് പൊരുത്തക്കേടുകൾ മനസ്സിലായി. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്തു. ചോദിക്കേണ്ട രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചു. പിന്നീട് അങ്ങോട്ട് പോലീസ് കേട്ടത് രക്തം മരവിപ്പിക്കുന്ന ഒരു മനുഷ്യന് ഇത്രത്തോളം ക്രൂരനാകാമോ എന്ന് ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു തരത്തിൽ കെട്ടുകഥയാണോ എന്ന് പോലും തോന്നുന്ന വിധത്തിലുള്ള കഥകളോടെയായിരുന്നു അയാളുടെ ഒരു കുമ്പസാരം. ഭാര്യയെ കൊലപ്പെടുത്തിയെന്നും സംശയം തോന്നാതിരിക്കാനായി വെട്ടുനുറുക്കി കുക്കറിലിട്ട് വേവിച്ചെന്നും അയാൾ ഒരു കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ബാത്റൂമിൽ വെച്ചാണ് മാധവിയുടെ ശരീരം വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കിയത്. പിന്നീട് കുക്കറിലിട്ട് വേവിച്ചു. വേവിച്ച മാംസത്തിൽ നിന്ന് മാംസം വേർപെടുത്തി. ഈ എല്ലുകൾ ഉലക്ക വെച്ച് പൊടിച്ച് വീണ്ടും വീണ്ടും വേവിച്ചു. 3 ദിവസം കൊണ്ട് പല പ്രാവശ്യമായി ഈ മാംസവും അസ്ഥിയും ഒക്കെ വേവിച്ച് ഒരു പരുവമായപ്പോൾ അതെല്ലാം കൂടെ പ്ലാസ്റ്റിക് ബാഗുകളിലായിട്ട് പാക്ക് ചെയ്ത് മീർപോട്ട് തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നാണ് ലെവലേശം പോലും ഒരു കുറ്റബോധമില്ലാതെ ഗുരുമൂർത്തി പോലീസിന് മുന്നിൽ വിസ്തരിച്ചത്. കുറ്റകൃത്യം നടക്കുന്ന ദിവസം സംശയം തോന്നാതിരിക്കാൻ മക്കളെ സഹോദരിയുടെ വീട്ടിലേക്ക് അയച്ചു. തിരികെ എത്തിയ മക്കൾക്ക് മുന്നിൽ അമ്മയെ കാണാനില്ലെന്ന തരത്തിലൊരു നാടകവും ഇയാൾ ഇറക്കി. ഇതെല്ലാം വിശ്വസിച്ചായിരുന്നു ഇയാൾക്കൊപ്പം മക്കൾ അതുവരെയും താമസിച്ചിരുന്നത്. ഇയാളുടെ കുറ്റസമ്മതത്തെ തുടർന്ന് പോലീസ് തടാകത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും മൃതദേഹത്തിൻ്റെതായിട്ടുള്ള അവശിഷ്ടങ്ങളോ ഒന്നും തന്നെ അവിടെ കണ്ടെത്താനായില്ല. ഡോഗ് സ്ക്വാഡും മറ്റ് സംഘങ്ങളും ഒക്കെ എത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. കൊലപാതകം നടന്നതായി സംശയിക്കുന്നതായിട്ടുള്ള ഒരു തെളിവുകളും പോലീസിന് കണ്ടെത്താനാകാത്തത് കൊണ്ട് തന്നെ ഇതൊരു മാൻ മിസ്സിംഗ് കേസായിട്ടാണ് പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്നത്. ശരിക്കും മാധവിക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഇയാൾ പറഞ്ഞത് വെറും കെട്ടുകഥകളായിരിക്കുമോ? അങ്ങനെ ഇപ്പോഴും ദുരൂഹമായി കുറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അവശേഷിക്കുകയാണല്ലേ. നിങ്ങൾക്ക് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് തോന്നുന്നത്? അതെന്ത് തന്നെ ആയാലും കമൻറ്റുകളായി ഇടാൻ മറക്കരുത്. വരും ദിവസങ്ങളിലെ പോലീസ് അന്വേഷണത്തിൽ നിന്ന് ഇതിനെല്ലാമുള്ള ഒരു ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും കാര്യങ്ങൾ ചിലപ്പോൾ വ്യക്തത വന്നേക്കാം. എന്തു തന്നെ ആയാലും ഇതിൻ്റെ ഫോളോ അപ്പുമായും മറ്റ് വീഡിയോകളുമായും നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.